ചെയ്യാൻ വരികയാണ്. ഇതിനു മുന്നേ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇനി അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഞാൻ ബസ്സൊക്കെ കയറി ഇറങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ടാപ്പും മാറ്റണം, ഇതിൻ്റെ ബാറ്ററിയും ചേഞ്ച് ചെയ്യണം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഞാൻ വാച്ച് നേരെയൊക്കെ നോക്കും. ഇടയിൽ വെച്ചിട്ട് ഒരു നോട്ടീസ് വന്നതായിരുന്നു. എന്താണെന്നൊന്നും നോക്കിയില്ല. അവരവരുടെ പണി ചെയ്ത് ഞാൻ അവരുടെ ഇതിനെ ഒന്നും പറയാതെ ഭാവിച്ചു. ഞാൻ എന്തായാലും ഇനി പങ്കുള്ള കടയിലേക്ക് പോവാണ്. ഇത് പോകുന്ന വഴിയാണ്. ഞാൻ വോയിസ് ഓവർ എടുത്തതാണ്, പക്ഷെ നല്ല ഡിസ്റ്റർബൻസ് ഉള്ള പോലെയുണ്ട് വണ്ടിയുടെ ഒക്കെ. സഞ്ജു അവിടെ ഒരു പ്രിൻ്റ് എടുക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. അവൾ വരുമായിരിക്കും പ്രതീക്ഷിക്കാം. ഞാൻ എത്തുന്ന ടൈമിൽ കറക്റ്റ് ടൈമിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ മുടി കണ്ടിട്ട് എനിക്കൊരു ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. ഞാൻ എൻ്റെ ടവൽ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പം അത് കാണാനില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വാച്ച് കൊടുത്തപ്പം അവിടെ വെച്ച് മറന്നു എന്ന് തോന്നുന്നു. ഇതാണ് വഴി ഞങ്ങളുടെ കട എത്താനായിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ ഈ ഒരു ടൈമിൽ വരുന്ന സമയത്ത് നല്ല ബിരിയാണിയുടെ മണം എന്നന്മാർക്ക് അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൂടെ വരുമെങ്കിലും കഴിക്കാറില്ല. എന്നന്മാർ ബിരിയാണി ഹൗസ് ആ അറ്റത്താണ് ഞങ്ങളുടെ കട. നമുക്ക് നോക്കാം. ഞങ്ങളുടെ കടയിൽ ഇത് കടയുടെ ഉൾവശമാണ്. ഫുൾ സാധനങ്ങളുണ്ട്. ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ചായ അല്ല കാപ്പി. ഞങ്ങളിത് അവിടെ ഒരു ക്ലോക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഫ്രെയിം ചെയ്യുന്നുണ്ട്. ഇവിടെ അവിടെ ഇരുന്ന് സമാധാനം ചെയ്യാണ് ഗൈസ്. ഇത് എനിക്കുള്ളതാണ്, ഇത് അവൾക്ക് കൊടുക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ അവളുടെ സാധനം എന്നല്ല, അവൾക്ക് ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നതല്ല, ഓർഡർ കൊണ്ട് കൊടുക്കാനാണ് ഗൈസ്. അവൾ കൊണ്ടു കൊടുക്കണം, ഇത് ഞാനും കൊണ്ടു കൊടുക്കണം. അങ്ങനെ അവളത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനാണ് എനിക്കത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ യൂസ്റ്റിയിലോട്ടോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലോട്ടോ പോവുകയാണ്. കുറച്ച് യൂസ്ഡ് അല്ലെങ്കിൽ സ്റ്റുഡിയോ, നമ്മൾ ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് നല്ല കളക്ഷൻസ് ഏതാണോ ഉള്ളത് അത് നോക്കിയെടുക്കും. പക്ഷെ ഞങ്ങൾക്കല്ല ആർക്കാ ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെന്തായാലും ചെയ്യും. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് വെള്ളം അറിയാതെ കഴിക്കേണ്ടതായിരുന്നു. മൊത്തമായിട്ട് ഒരു ചീറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുളിച്ചില്ല എന്ന് പറയുന്നത് കുളിച്ചു എന്നാവും. അങ്ങനെ കളിയും ചിരിയും തമാശയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് യൂസ്റ്റിയിലോട്ടായിരുന്നു. അവിടെ നിന്ന് നേരെ മെൻ സെക്ഷൻ തപ്പി പോയി. ഞങ്ങൾ സെക്കൻഡ് സെക്ഷനിലോട്ട് മെൻ സെക്ഷനിലോട്ട് പോവാണ്. അവിടെ നിന്നാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ളത്. ഞങ്ങൾ അവിടെ നേരെ പോയി ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് ഫ്ലോറിൽ കയറിയിട്ട് ഇവിടെയാണെന്ന് പ്രതീക്ഷിക്കാം. സ്റ്റുഡിയോയിലോട്ട് പോവാണ്. ഇവിടെ ജീൻസ് നോക്കി സ്കിൻ ഫിറ്റ് ഇല്ല, അതുകൊണ്ട് പിന്നെ സ്കിൻ ഫിറ്റ് ജീൻസ് ഇല്ല. ഒരാവേശത്തിൽ പോയതാ. രഞ്ജന ഇടയിൽ കൂടെ ഞങ്ങൾ 2 ഫ്രണ്ട്സിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടി. അതാണ് കേട്ടത്. ഞങ്ങളങ്ങനെ വളരെ വിജയകരമായിട്ട് സ്കിൻ ഫിറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഒരാശ്വാസമുണ്ട്. പക്ഷെ മഴയുണ്ട്. കൊടപിടി ഓക്കെ ഗൈസ്, ഞങ്ങൾ കുട പിടിച്ചിട്ട് പോവാണ്. ഞങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു, അത് നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അവിടെ പോയിട്ട് ആ ഒരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോ എത്തിയെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല. സമയമില്ലാഞ്ഞിട്ടൊന്നും അല്ല, എന്നാലും എടുത്തില്ല. എന്നാലും ചുമ്മാ മെൻ സെക്ഷനും ലേഡി സെക്ഷനും ഞങ്ങൾ ചുമ്മാ കിടന്ന് കറങ്ങിയായിരുന്നു കുറേ നേരം. ഡ്രസ് എടുക്കാൻ പോയിട്ട് ഈ ലിപ്സ്റ്റിക് എല്ലാം കയ്യിൽ കൊണ്ട് ട്രൈ ചെയ്തതാണ്. ഇനി ഇതിപ്പം എപ്പോൾ പോയി റിമൂവ് ചെയ്യോ എന്തോ. ഫേസ് ഞങ്ങളിതവിടെ സാധനമൊക്കെ വാങ്ങിച്ചു. ബില്ലിംഗ് സെക്ഷനിലൂടെ ബില്ല് ചെയ്യാൻ പോവാണ്. ഏകദേശം ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അഞ്ചു ഇതിലൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഒന്നും എടുക്കാൻ പറ്റില്ല, ആകെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ എടുത്തുള്ളൂ. ഞങ്ങളങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയതും ഇവളുടെ ബെസ്റ്റീനെ കണ്ടു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് നിന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് വട വാങ്ങിച്ച് കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിന് ശേഷം വീണ്ടും നടന്നിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നേ.
അങ്ങനെ കഴിച്ച് നടക്കുന്ന സമയത്ത് ഒരു വാഴയ്ക്ക ബജ്ജി തന്നിട്ട് അത് വായിലിതാ ഇതുപോലെ നാര് കുടുങ്ങി കിടക്കുന്നതാണ്. അവള് വേണോന്ന് വെച്ച് തന്ന പോലെ തോന്നി ഗൈസ്. പിന്നെ ഞാനതൊക്കെ ചവച്ചു. ദിവസം ഞാൻ എത്ര മണിക്കാണ് പറഞ്ഞത്? 12 മണിക്ക് ഞാൻ വീട്ടിലെത്താന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 3:30. ഞാൻ എന്നും നല്ല ഷാർപ്പായത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഒരു മധുരി കൂടെ കൂടി. എന്തോ മാപ്പ് നോക്കി എന്തോ ഫോൺ നോക്കി നടന്നപ്പോൾ അവളെൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ് എന്നെ വഴിതെറ്റിക്കാതിരിക്കാൻ. സാധനം പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. നല്ല പ്രൊഡക്റ്റാണിത്. എൻ്റെ വാച്ചാണ്. അടിപൊളി പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സാധനം വാങ്ങാൻ ആളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പക്ഷെ പൈസ ഓൾറെഡി തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പൈസ ഞാൻ സ്റ്റേഡിയത്തേക്ക് നടക്കുകയാണ്. ആളെ വിളിച്ച് നോക്കുകയാണ്. ഇതുവരെ വിളിച്ചിട്ട് എടുക്കത്തില്ല. എന്താവുന്നൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അവസാനം ബസ് കയറിയതിന് ശേഷമാണ് മനസ്സിലായി അവിടേക്ക് പോകുന്ന ബസ് ദേ വേറൊന്ന് പോകുന്നതെന്ന്. അങ്ങനെ ഓർഡർ കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി അടുത്ത ബസ് കയറിയിട്ട് വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഇതേ ഇവിടെ നിന്ന് ബസ് കയറി. പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ കേട്ടത് അച്ഛൻ്റെ വകയുള്ളതാണ്. ഇനി വീട്ടിൽ പോയിട്ട് ആരുടെയൊക്കെ വക കേൾക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും നോക്കാം. എനിക്ക് വീട്ടിൽ കയറാമെന്ന് പറഞ്ഞാൽ ഇന്ന് 5 ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കോലാഹലങ്ങൾ എന്താണെന്ന് നോക്കാറുണ്ട്. നൈറ്റാവും നമുക്കെന്തായാലും നോക്കാം എന്താണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ചെറിയ ചെറിയ കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി വൈകിയെത്തിന് 2-3 ദിവസം അടുപ്പിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കത്തും ഇനിയിപ്പം നാളത്തെ കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പോകണം ഇൻഡിപെൻഡൻസ് ഡേ എന്തെങ്കിലും ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നോക്കുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.